ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു യുവർ ന്യൂ വ്ളോഗ്. അപ്പോൾ ഇന്നത്തെ വ്ളോഗിന് ഒരു സ്പെഷ്യലായ ഒരു സംഭവമുണ്ട്. വ്ളോഗ് അവസാനം വരെ കണ്ടാലേ മനസ്സിലാവുള്ളൂ. ഒരു കുഞ്ഞു സർപ്രൈസ് അല്ലേ. അപ്പോൾ നമ്മളിപ്പോൾ ഫാമിലി ആയിട്ടൊരു റിസോർട്ടിൽ എന്താ പറയുക ഒരു യാത്ര പോകുന്ന ഒരു ട്രിപ്പ്, ഒരു 1 day സ്റ്റേക്ക് വേണ്ടി പോവുകയാണ്. അപ്പോൾ ആ ഒരു സംഭവം അവിടെ വെച്ചിട്ട് റിവീൽ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത് അല്ലേ. അപ്പോൾ അവരുടെ എക്സ്പ്രഷൻസും പിന്നെ ഇവളുടെ ഇന്ത്യയും ഇപ്പം കുറേ കാലത്തൊരു ഡ്രീമാട്ടോ. അത് കുറേ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കുറേ വിചാരിക്കുന്നത് ഇങ്ങനത്തെ ഒരു സംഭവം ചെയ്യണം, എല്ലാം അതൊക്കെ ചെയ്യണം എന്ന് കുറേ വിചാരിക്കുന്നില്ലേ. അപ്പോൾ എന്താന്ന് ഇപ്പം പറയുന്നില്ല, വീഡിയോ ലാസ്റ്റ് വരെ കാണാൻ മനസ്സിലാവും. ഇതിപ്പോ അറിയുന്ന രണ്ട് വ്യക്തികൾ നമ്മള് രണ്ടാളും മാത്രം, വേറെ ആരും അറിയില്ല. അപ്പൊ നമ്മള് എന്താക്കും, ഇപ്പൊ ഓർക്കും കൂടെ ഒരു സർപ്രൈസ് കൊടുക്കാന്നുള്ള രീതിയിലാണ്. അത് നമ്മൾ അതുകൊണ്ട് തന്നെ റിസോർട്ടിൽ പോയി അവിടെ നിന്ന് ആക്കാന്നാണ് വിചാരിക്കുന്നത്. കാര്യം നമ്മൾ വിചാരിച്ചപ്പോൾ നടക്കുമെന്ന് അറിയില്ല, ഒരു ട്രൈ അല്ലേ. അപ്പൊ എന്തായാലും അപ്പൊ ബാക്കി അങ്ങനെ കാണാല്ലേ. നമുക്ക് എന്തായിട്ട് നമ്മളെല്ലാ വിശേഷങ്ങളും പോകുന്നതും ഒക്കെ വീഡിയോയിൽ ഇൻക്ലൂഡ് ആക്കാം. അപ്പൊ വീഡിയോ ലാസ്റ്റ് വരെ പിന്നെ റിസോർട്ടും നമുക്ക് വീഡിയോയില് എടുത്തിട്ട് കാണിച്ചു കൊടുക്കാം അല്ലേ. ഏത് റിസോർട്ടാ എങ്ങനെയാന്നുള്ളതൊക്കെ നമുക്ക് ഈ വീഡിയോയിലൂടെ കാണാം. ഇതിപ്പോ നമ്മുടെ ഡോമിന്റെ മുമ്പിലുള്ള ഒരു വ്യൂ ആട്ടോ. അടിപൊളി വ്യൂ ആണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ. നല്ല എന്താ പറയാ, നമുക്കൊരു എൻജോയ് ചെയ്യാൻ പറ്റിയ വ്യൂ തന്നെയാണ്. പിന്നെ ഇവിടെ പൂളുണ്ട്, കുറച്ച് തന്നെ പൂൾ ഇറങ്ങണം. ഇവിടെ ഒരാളിതാ ചായ കുടിക്കാൻ വേണ്ടി ആദ്യം സെറ്റ് ആക്കിയിട്ടുണ്ട് അല്ലേ. അപ്പൊ ചായ എന്ന് കേട്ടപ്പോ പിന്നെ ആശാത്തി എന്താ പറയാ ഇപ്പോ ഇതൊക്കെ അവിടെ ഉണ്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇൻട്രോ കൊടുത്തിട്ടുണ്ട്, അതുവരെ റിവൈൽ ചെയ്തില്ല. ഇപ്പഴല്ല, ചായ കൂടി കഴിഞ്ഞിട്ട് അതേ പറഞ്ഞ രസം ഉണ്ടാവില്ല. അപ്പൊ ഒരു കുറച്ചൊന്ന് കഴിഞ്ഞിട്ട് ഇത് കൊണ്ട് ചിലപ്പോ ഒരു റിയാക്ഷൻ ഉണ്ടാവില്ല. എന്താന്ന് വിചാരിക്കും, എന്തിപ്പോ സംഭവം വിചാരിക്കാം. നോക്കിയൊക്കെ അതെ. അപ്പൊ നമ്മളിപ്പോ ഈവനിങ്ങില് ഒരു ചായ കുടിക്കാൻ ഇറങ്ങിയതാ. ഇറങ്ങാനോ അല്ല, ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ 3 ആൾക്കാരുണ്ട്. ഇപ്പൊ വൈകുന്നേരം നമ്മളിവിടെ ചായ കുടിച്ചിരിക്കുക, എല്ലാരും ഉണ്ട് ഇവിടെ. കഴിഞ്ഞ പ്രാവശ്യം വാപ്പാരില്ലേനും, ഉമ്മാര് മാത്രമേ ഉള്ളേനും. ഈ പ്രാവശ്യം എല്ലാരും ഉണ്ട്. ആ പറഞ്ഞോ. ചായ കുടിക്കാൻ പറഞ്ഞെടുക്കേ, കാണാമോ നിങ്ങള്? സ്ഥലം അടിപൊളി, ഉറക്ക തെണീച്ച മാതിരി ഉണ്ട്. സ്ഥലം അടിപൊളി, നല്ല ലൊക്കേഷൻ, നല്ല വൈബില്ലേ. ഇനി കുറച്ചുകൂടി കഴിഞ്ഞ ഞങ്ങൾക്ക് ഇങ്ങനെ പറക്കുന്ന കാണാം. ഇങ്ങനെ ഇങ്ങനെ എപ്പോഴും ഉണ്ടോ അങ്ങനെ പറക്കണം. അന്റെ ഇല്ല ഉണ്ട്. എല്ലാരും വരി, ഇത് തുറക്കി. എന്റെ ഫോണാ എന്റെ ഫോണ് എന്താ തിരിച്ചോടി ഇങ്ങോട്ട്. ചാനലാണ്, ഒരു സംഭവമാണ്. അത് നിങ്ങൾ ലോഞ്ച് ചെയ്ത്, നിങ്ങളെ 4 ആളും കൂടി ലോഞ്ച് ചെയ്ത്. എന്നാ ബിസിനസ് വിളിക്കോ. റെഡി, 1 2 3 സ്റ്റാർട്ട്. ഒന്ന് ചെയ്തോ. മൈക്ക് കൊടുക്കാൻ അതൊരു സംഭവമാണ്. എന്താന്ന് പറഞ്ഞുതരാം. അതൊക്കെ പറയല്ലേ, വിജയിക്കട്ടെ എന്നൊക്കെ പറയണ്ടേ, മനസ്സിൽ മനസ്സിലാണ്ടേ. ഹലോ, ഇത് നമ്മളെ മോന്റെ പെണ്ണുങ്ങളെയും ഒരു പുതിയൊരു സംരംഭമാണ്. ഇൻഷാ അല്ലാഹ് പഠിച്ചവൻ അനുഗ്രഹത്താൽ ഇത് നല്ല നിലയിൽ വിജയിക്കട്ടെ എന്ന് ആശംസകളോടെ സ്വന്തം ബാപ്പ ആശിറിന്റെ. എല്ലാരും തിരക്കിലല്ലേ, ഓരോ ആക്ടിവിറ്റിയിലാ. അവിടെ ഒരാൾ നോക്ക് മാരകമായ എക്സസൈസിലാണ്. അവിടെ ഒരു ടീംസ് നോക്ക് ഊഞ്ഞാലാട്ടത്തിലാണ് 2 ആൾക്കാർ. ഇവിടെ ഒരാൾ ഒരു റൗണ്ട് കഴിഞ്ഞപ്പോൾ ഫോട്ടോ സെക്ഷനിലാണ്. ഇവിടെ ഒരാൾ എന്തിനാ നിൽക്കുന്നത് അറിയില്ല, കയറോ ഇല്ല എന്നുള്ള അറിയില്ല. ആ ലെവലിൽ നിൽക്കുക. ടയേർഡായി തോന്നുന്നു അല്ലേ. കുഴങ്ങിയോ? ഏതാ മൂഡ്. എല്ലാവരും നല്ല എൻജോയ്മെന്റ്. എന്ത് സ്പീഡിലാണ് എല്ലാം, അതെല്ലാം ട്രൈ ചെയ്യുന്നുണ്ട്. എല്ലാ
അപ്പോൾ നമ്മളിപ്പോൾ ഏറ്റവും എന്താ പറയുക ഹാപ്പിയസ്റ്റ് മൊമെന്റിലാണ്. എന്താ പറയുക, ഇപ്പോൾ ഇന്നലെ നമ്മളെ വാപ്പയും ഉമ്മയും തന്നെയാണ് എന്താക്കിയത്, ലോഞ്ച് ചെയ്തത്. ഞാൻ ചെറുക്ക് കണ്ടതാണ്, എന്നാലും നമ്മളുടെ എക്സൈറ്റ്മെന്റ് പുറത്താട്ടോ. അപ്പോൾ നമ്മളെ വീഡിയോസിനൊക്കെ നിങ്ങൾ ഒരുപാട് സപ്പോർട്ട് തന്നിട്ടുണ്ട് അല്ലേ? നമ്മളെ വീഡിയോസിനൊക്കെ ഒരുപാട് സപ്പോർട്ട് തന്നിട്ടുണ്ട്. അപ്പോൾ അതേമാതിരി തന്നെ ഇപ്പോൾ എൻ്റെ വളരെ ഡ്രീമാണിത്, ഒരു സ്റ്റാർട്ടപ്പ് എന്നുള്ളത്. അപ്പോൾ അതിനും എന്താ പറയുക എല്ലാവരും സപ്പോർട്ട് ചെയ്യും. അപ്പോൾ ഫത്താഷ്, അപ്പോൾ നമ്മളെ ഇൻസ്റ്റാഗ്രാം ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇനിയപ്പോൾ നമ്മൾ കുറേ കളക്ഷൻസ് കൊണ്ടുവരാനുള്ള പ്ലാനിങ് ഉണ്ട്. ഡ്രസ്സിന് അത് ഇതെന്താ സംഭവം ഉള്ളത് പറഞ്ഞു. അതന്നെ നേരത്തെ മുതൽ ഉമ്മയൊക്കെ ചോദിച്ചപ്പോൾ അവരോട് നമ്മൾ പറഞ്ഞില്ല, വീഡിയോ പറഞ്ഞില്ലേ. ഈ ഫത്താഷ് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു വുമൻസ്, ഇപ്പം വുമൻസ് ആണ്, വുമൻസിന്റെ ഡ്രസ്സിന്റെ കളക്ഷൻസ് ആണ്. ഒരുപാട് കളക്ഷൻസ് അപ്പൊ ഒരുപാട് കളക്ഷൻസ് നമ്മൾ കൊണ്ടുവരാൻ നോക്കുന്നുണ്ട് അല്ലേ? അപ്പൊ നിങ്ങളെ സപ്പോർട്ടാണ് വേണ്ടത്. ഓർഡർ ചെയ്യാ, വാട്സപ്പ് നമ്പർ കൊടുക്കും. അപ്പൊ വാട്സപ്പ് നമ്പറിൽ ഓർഡർ ചെയ്യാ. പിന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിന്റെ പേര് ഫത്താഷ് ബൈ ഹിബ ആഷിർ എന്നാട്ടോ. അടിച്ചാലേ കിട്ടുള്ളൂ. അവിടെ ഞാൻ വേണ്ട ഇതിൽ കൊടുക്കാം ലിങ്ക് വേണമെങ്കിൽ. അല്ലെങ്കിൽ നമ്മളൊരു റീൽ ഇട്ടിട്ടുണ്ട്, എന്താ പറയാ, അതിലുണ്ട് നമ്മൾ ലാസ്റ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളെ ഇൻസ്റ്റാഗ്രാമിലും ലാസ്റ്റ് ഇവിടെ കൊളാബ് ചെയ്തിട്ടുണ്ട്. അപ്പൊ എന്തായാലും എന്താ പറയാ, അപ്പൊ നമ്മളൊരു പുതിയൊരു ജേണി സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് ഇൻഷാ അല്ലാഹ്. നല്ല നല്ല കളക്ഷൻസ് കൊണ്ടുവരാൻ, അതുപോലെ തന്നെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള കളക്ഷൻസ് കൊണ്ടുവരാനൊക്കെ അങ്ങനെയൊക്കെയാണ് നമ്മൾ ചിന്തിക്കുന്നത് ഇല്ലേ? ആഗ്രഹങ്ങൾ പലതാണ്. കുറച്ച് പർച്ചേസിംഗ് എല്ലാം കഴിഞ്ഞ് ഇനിയും പർച്ചേസ് ചെയ്യാനുണ്ട്. അപ്പൊ നമ്മള് എന്താ പറയാ ഇൻഷാ അല്ലാഹ് ഇനി നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ നമ്മൾ ഡെയിലി അപ്ലോഡ് ചെയ്യും നമ്മളെ പുതിയ പുതിയ കളക്ഷൻസ്. പിന്നെ നിങ്ങൾക്കുള്ള സജഷൻസ് കമന്റ്സിലൂടെ പറയാ. നിങ്ങൾ പറയുന്ന കളക്ഷൻസ് ഒക്കെ നമ്മൾ മാക്സിമം കൊണ്ടുവരാൻ ശ്രമിക്കുന്നതായിരിക്കും. അപ്പൊ എന്തായാലും നമുക്ക് ഒരു കാര്യം പറയാനുള്ളൂ, നമുക്ക് വീഡിയോക്ക് തന്ന പോലുള്ള സപ്പോർട്ട് എന്താ പറയാ നിങ്ങൾ ഈ ഒരു നമ്മളെ ഒരു തുടക്കത്തിലും തരണം എന്നല്ലേ? ഓക്കെ. അപ്പൊ നമ്മളിപ്പോ റിസോർട്ട് ഞാൻ പറഞ്ഞില്ലായിരുന്നു അല്ലേ, ഈ സംഭവങ്ങളൊക്കെ നമ്മൾ റിസോർട്ടിൽ നിന്ന് ഇറങ്ങാൻ പോവാണ്. അപ്പൊ എല്ലാരെയും ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ഇപ്പൊ നല്ല കാറ്റാണ്. അപ്പൊ നമ്മളിപ്പോ നമ്മളെ ടൈം കഴിഞ്ഞ് ഡോമിൽ നിന്ന് ഇറങ്ങാണ്. അപ്പൊ എല്ലാരും ഇവിടെ ഒരാൾ ഷൂട്ടിംഗ് മൂഡിലാ. കാണിച്ചു തരാം കണ്ടോ. ഇങ്ങോട്ട് വാ. ഇങ്ങനെ ഉണ്ടായിരുന്നു റിസോർട്ട്? അടിപൊളി, നല്ല ലൊക്കേഷന്, നല്ല വൈബ്, അടിപൊളി ഫുഡ്, എല്ലാം ഉഷാറായിരുന്നു. അടിപൊളിയായിരുന്നു. ഓക്കെ. മാരക കോസ്റ്റ്യൂമിലൊക്കെ ആശ അവിടെ ഉള്ളത് ആരോടെ കാണിച്ചത്. അപ്പൊ എവിടാ ഇങ്ങനെ ഉണ്ടായിരുന്നു? ഉഷാർ തന്നെ, നല്ല ഫുഡും അടിപൊളിയല്ലേ? നല്ല റൂമോ കാര്യങ്ങളൊക്കെ, വ്യൂ നല്ല അടിപൊളിയാണ്. നല്ല അടിപൊളി വ്യൂ ആന്ന് പറയുന്നത്. നമ്മളിപ്പോ പാക്ക് ചെയ്തിട്ട് ഇവിടുന്ന് ഇറങ്ങുകയാണ് അല്ലേ? ഇപ്പൊ അപ്പൊ നമ്മൾ പാക്ക് ചെയ്തിട്ട് ഇപ്പൊ ഇവിടുന്ന് ഇറങ്ങുകയാണ്. ഇറങ്ങാൻ വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുത്തിട്ട് ഇറങ്ങാനുള്ള പരിപാടിയാണ്. വെയിലാണെങ്കിലും കാറ്റിനൊരു സുഖം ഉണ്ട് അല്ലേ? എങ്ങനെയുണ്ട് ഇവിടുത്തെ? എങ്ങനെ വന്നിട്ട് എങ്ങനെ? നല്ല അടിപൊളി, നല്ല രസമുണ്ട്. വേറെ ആളാ? അടിപൊളി. ഇഷ്ടപ്പെട്ട റിസോർട്ട്? ഇഷ്ടപ്പെട്ടു. നമ്മുടെ റൂമൊക്കെ എൻജോയ് നമ്മള് പോവാല്ലേ? പോവാൻ നമ്മളെല്ലാം പാക്ക് ചെയ്ത് കാറിൽ കയറ്റി. ഇപ്പൊ അത്രേ ഉള്ളൂ അല്ലേ? ജസ്റ്റ് ഇങ്ങനെ തിരിക്കുക, വ്യൂ എടുക്ക്. വ്യൂ കാണിച്ചിട്ട് ഇതാട്ടോ നമ്മളെ സ്റ്റേ ചെയ്ത ഡോം. 2 ഡോം അവിടെ ഉള്ളത്. പിന്നെ എന്താ പറയാ പൂളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അത്രേ ഉള്ളൂ കേട്ടോ.